കാരുണ്യക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ 2025 മാർച്ച് 9 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1:30 വരെ സൗജന്യ മെഡിക്കൽ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടന്നു. വൈറ്റില വെൽകെയർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ജോസഫ് ഫിലിപ്സ് സൗജന്യ മെഡിക്കൽ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടത്തി. കാരുണ്യം ക്ഷേമ സമിതി അംഗങ്ങളായ സെക്രട്ടറി വിനേഷ്, പ്രസിഡന്റ് മോഹനൻ, ബാബു തുടങ്ങിയ നിരവധി അംഗങ്ങളും നാട്ടുകാരും ഈ പരിശോധനയിലും ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുത്തു. മനസ്സുപോലെ തന്നെയാണ് അദ്ദേഹം രോഗികളോട് പെരുമാറുന്നത്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണാൻ വേണ്ടി അദ്ദേഹത്തെ പോയിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം 2-ാം തീയതിയാണ് അദ്ദേഹം ഇവിടെ വരാമെന്ന് നിൽക്കുന്നത്. ദുർഭാഗ്യവശാൽ ഞങ്ങൾക്കന്ന് ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ആ ദിവസം ഒന്ന് മാറ്റിത്തരണമെന്ന് പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളോടത്തോളം വരേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നോടൊന്ന് ഫോൺ വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ്. ആ എളിമയാണ് നമുക്ക് അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യമായി നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിനേക്ക് തിരക്കുള്ള ആളാണ്. ഇന്നിപ്പോൾ അദ്ദേഹം വീട്ടിലിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേർ അവിടെ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആ ഒരു ദിവസം നമ്മൾക്ക് വേണ്ടി ചിലവഴിക്കാൻ, നമ്മളോട് ഓരോരുത്തരോടും വേണ്ടി ചിലവഴിക്കാൻ, നമ്മുടെ ആരോഗ്യം അദ്ദേഹത്തിന്റെ കൈകളിലാണ് എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുള്ളതിന്റെ പേരിലാണ് നമ്മളോട് സംവദിക്കാനും നമ്മളുടെ ഈ പ്രദേശത്തെ രോഗികളെ കാണാനും അവർക്ക് ചികിത്സ നിശ്ചയിക്കാനും വേണ്ടി അദ്ദേഹം എത്തിച്ചേർന്നത്. ആ സ്നേഹനിധിയായ ജോസഫ് ഫിലിപ്സ് സാറിനെ കൂടുതൽ പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നില്ല. ജോസഫ് ഫിലിപ്സ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട ഡോക്ടറുമായ ഡോക്ടർ ഫിലിപ്സ് സാർ, കാരുണ്യത്തിന്റെ രക്ഷാധികാരിയുടെ മറ്റ് സന്നിഹിതരായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചികിത്സ നേടി എത്തിയിട്ടുള്ള നല്ലവരായ നാട്ടുകാർ, ഞങ്ങളെ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇരട്ടി സന്തോഷമുണ്ട്. അതായത് ഞങ്ങൾ 25-ാമത്തെ വാർഷികത്തിന് നാട്ടിലെ പ്രഗത്ഭന്മാരായ വ്യക്തികളെ ആദരിക്കുന്ന കൂട്ടത്തില് ജോസഫ് ഫിലിപ്സ് സാർ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തിനെ ഞങ്ങളിവിടെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ഒരു പാരിതോഷികം നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എന്നാൽ ചില ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഗതികളിൽ വന്നപ്പോൾ അദ്ദേഹം തന്നെ ഞങ്ങളുടെ 25-ാമത് വാർഷികത്തിന്റെ ഉദ്ഘാടനം എല്ലാമായിട്ട് മാറുകയും അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളുടെ ചെറിയ മനസ്സിലാക്കിയതിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ നാട്ടുകാരോട് സംവാദം ചെയ്യുവാനും അവിടെ നിർത്തുവാൻ ഒരു ദിവസം വേണം. അതിന്റെ പേരിൽ ഞാൻ ഈ നാട്ടിലേക്ക് ഒരു ദിവസം വരുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടി. പക്ഷെ അന്നത്തെ ദിവസം ചില ബുദ്ധിമുട്ടുകളുണ്ടായാലും ഞങ്ങൾ പഠിച്ചത് കണ്ട് അദ്ദേഹത്തെ പറഞ്ഞാണ് ഇന്നത്തെ ദിവസമായിട്ട് വാങ്ങിയത്. നമുക്കറിയാം, ഈ ചികിത്സാരംഗത്ത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, ചികിത്സാരംഗത്ത് വലിയ വലിയ ഫാക്ടറികളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ സാധാരണക്കാരന് പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ രോഗി എന്താണ്, അവർക്ക് എന്താണ് വേണ്ടതെന്ന്, സ്വാതന്ത്ര്യമാണോ മരുന്നാണോ മറ്റു ഏറെ വലുതാണോ എന്നുള്ളതൊക്കെ അറിഞ്ഞ് അദ്ദേഹം പെരുമാറുന്നത്. അതിൽ അദ്ദേഹത്തെ എത്ര പുകഴ്ത്തിയാലും നമുക്ക് മതിയായില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ വിചാരിച്ചിട്ട് പറ്റിയില്ല. ബിക്കോസ് അതൊരു ഒഫീഷ്യൽ ചടങ്ങായ കാരണം നമുക്കിങ്ങനെ ഒരു ഹെൽത്തിന്റെ ഒരു ഇതിലേക്ക് വരാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ച് ഇങ്ങനെയുള്ള ഒരു ഹെൽത്തായിട്ട് റിലേറ്റഡുള്ള ഇഷ്യൂസിന് വേണ്ടി നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ക്ലാസ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധനയ്ക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് കോമൺ കാര്യങ്ങളൊന്നും പറയാം. അപ്പം പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളും നിങ്ങളുടെ അസുഖത്തിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ വരുന്ന അരമണിക്കൂർ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കുള്ള സംശയങ്ങളൊക്കെ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയായിരിക്കും നമുക്ക് കൂടുതൽ സംശയങ്ങളുള്ളത്. ഇങ്ങനെ ഒരു രോഗം വരാതെ നോക്കാൻ പറ്റും. അറിയാം, ഇപ്പം നമ്മൾ കൂടുതലും എല്ലാവർക്കും ഉള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അറ്റാക്ക്, സ്ട്രോക്ക്, അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അമിതമായ വണ്ണം കാരണമുള്ള പ്രോബ്ലങ്ങൾ, മുട്ടുവേദന, നടുവേദന, വാരിക്കോസ് വെയിൻസ്. അപ്പം ഇങ്ങനെ ഇതെല്ലാം നമുക്ക് വരുന്നത് ഇങ്ങനെ ബേസിക്കലി നമ്മുടെ ജീവിതശൈലി ഒരു കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു അരമണിക്കൂറിൻ്റെ ക്ലാസ് കേൾക്കാം കേട്ടോ. അരമണിക്കൂർ കാണത്തില്ല. ഇത് നമ്മളൊരു ഒരാൾ സംസാരിക്കുന്നെങ്കിൽ നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. ഓരോരുത്തർ ചോദ്യങ്ങൾ ചോദിക്കാം. സോ ഫൈനലി അതെല്ലാം ലിങ്ക് ചെയ്ത് അത് ടോട്ടൽ ഒരു ആൻസറിലേക്ക് വരും. അപ്പൊ മെയിൻലി എല്ലാവർക്കും ഉള്ളത് ഇപ്പൊ കൊളസ്ട്രോളും, ബി.പി, ഷുഗറും, ഈ 3 രോഗങ്ങളില്ലാത്ത ആൾക്കാർ ചുരുക്കമാണ്, അല്ലെ? ശരിയല്ലേ? ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് എല്ലാവർക്കും കാണും.
പിന്നെ നമ്മൾ നോക്കിയാലേ ഇത് കാണുകയുള്ളൂ. എനിക്കിതൊന്നും ഇല്ലെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇത് നമ്മൾ നോക്കിയാലേ അറിയത്തുള്ളൂ. ഒരു പ്രാവശ്യം BP ഇല്ല, ഒരു തവണ നോക്കിയപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞാൽ 2-3 വർഷം നമ്മൾ നോക്കാതിരിക്കരുത്. അതൊക്കെ എപ്പം വേണേലും വരാം. പിന്നെ നമ്മൾ ഈ പറയുന്നത് ഈ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും അമ്മയച്ഛനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ നമ്മുടെ ജീവിതശൈലി തന്നെ ഇപ്പൊ നമുക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമുക്ക് അധികം വീട്ടിൽ ജോലിയില്ല. ശരീരമാണെങ്കിൽ ജോലികൾ കുറവാണ്. വീട്ടിലായാലും അടുക്കളയിലായാലും ഈ ഓഫീസിൽ പോകുന്ന ആണുങ്ങളായാലും എങ്ങനെ നോക്കിയാലും നമ്മൾ പഴയ രീതിയിൽ നിന്ന് ശരീരം അനങ്ങുന്നില്ല. ഇപ്പൊ ശരീരം വേർക്കുക, നമ്മുടെ ഫ്രഷ്നെസ് പോവുക, ഇങ്ങനെയൊന്നും ആൾക്കാർ അധികം ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നനയുക, വിയർക്കുക, തന്നെ മണം വരിക. സോ എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ വ്യായാമം എന്ന് പറഞ്ഞാൽ വ്യായാമത്തിന് പ്രത്യേക ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു വീട്ടമ്മയാണെങ്കിൽ അവർ സാധാരണ ചെയ്യുന്ന ജോലി ഒരിക്കലും ഒരു എക്സസൈസ് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ഒരു കൂലിപ്പണിക്കാരൻ ചിലപ്പോൾ ഒരു 6 നിലയിരുന്ന് മഴക്കാലത്ത് കയറുന്നുണ്ടാവും. പക്ഷെ അത് അവന് എക്സസൈസ് അല്ല. അപ്പൊ നമ്മൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാത്ത രീതിയിലും അതിന്റെ എക്സർഷന്റെ അളവും വേറെ ആയിരിക്കണം, ടൈപ്പും വേറെ ആയിരിക്കണം. ഇപ്പൊ ഒരു റണ്ണറിന്, ഒരു അത്ലീറ്റിന് ഒരിക്കലും അവന്റെ അത്ലറ്റിക്സ് ഒരു എക്സസൈസ് ആയിട്ട് കണക്കാക്കാൻ പോകത്തില്ല. അവന് വേറെ ഏതെങ്കിലും ഒരു എക്സസൈസ് ആയിരിക്കും എക്സസൈസ്. ഫോർ എക്സാമ്പിൾ സ്വിമ്മിങ്, ജമ്പിങ്, ഹോപ്പിംഗ്, അങ്ങനെ വരും. സോ നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലി അതിനകത്ത് കുറച്ച് അധ്വാനങ്ങൾ കാണും, പക്ഷെ അത് ഒരിക്കലും എക്സസൈസ് ആയിട്ട് കൂട്ടാൻ പറ്റും. അപ്പൊ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 12 മണിക്കൂർ മാസം നമ്മൾ എക്സസൈസിന് കൊടുക്കണം. അത് ആഴ്ചയിൽ 3 ദിവസമാകണം, 3 മണിക്കൂറാകണം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജിമ്മിലൊക്കെ പോയി മാത്രം എക്സസൈസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഇപ്പം 2 നില കെട്ടാണെങ്കിൽ 3-4 പ്രാവശ്യം നമുക്ക് കയറി ഇറങ്ങാം. അല്ലെങ്കിൽ പറമ്പുള്ള ആളാണെങ്കിൽ ഒരു 6 ചുറ്റും ഓടാം. പിന്നെ ഈ നടക്കുന്ന ഒരു എക്സസൈസ് ആണെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു 70-75 വയസ്സിൽ മേലുള്ള ആള് ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നല്ല നടക്കുന്നത് പാർഷ്യൽ എക്സസൈസ് ആണെന്ന് പറയാം. ബിക്കോസ് ആ കക്ഷിക്ക് ലോ ബാക്ക് ഏക്ക് കാണും, മുട്ടുവേദന കാണും. അത് വെച്ച് വലിയ ഫിസിക്കൽ എക്സസൈസ് ഒത്തിരി ഹെവിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നടപ്പ് മാത്രമേ നടക്കുകയുള്ളൂ. സോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നടക്കല് മാത്രമേ. സോ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നടക്കുക. അപ്പൊ ഡെയിലി നടക്കണം. പറയുന്നത് ഡെയിലി ഒരു ജസ്റ്റ് ഒരു ചെറിയ നടപ്പൊന്നും പോരാ, ഒരു 3 കിലോമീറ്റർ നടന്നാലേ നമുക്കൊരു നടപ്പാവുള്ളൂ. പിന്നെ ഈ യങ്സ്റ്റേഴ്സ്, ഈ IT-ലൊക്കെ ജോലി ചെയ്യുന്നവരും സാധാരണ സർക്കാർ ജോലി ചെയ്യുന്നവരും 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് നടപ്പൊരു എക്സസൈസ് ആയിട്ട് കൂട്ടാനേ പറ്റില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഓടുക തന്നെ ചെയ്യും. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഡ്രസ്സ്, സ്പോർട്സ് സെന്ററിൽ പോയി പ്രത്യേകിച്ച് നിക്കർ, ബർമുഡ, അല്ലെങ്കിൽ സോക്സ്, ഷൂ, അതിന് പറ്റിയ തൊപ്പി ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി നമ്മൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ ഓടണം. നമുക്ക് നാട്ടിൻപുറത്താണായാലും നമുക്ക് സാധാരണ ഡ്രസ്സ് വെച്ച് ഓടാനൊന്നും പറ്റില്ല. അപ്പൊ ഓടുന്നത് നമുക്ക് അതിന്റെ സേഫ്റ്റി കൂടെ നോക്കണം. നമ്മൾ ഓടുവാണ്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുവാണ്, അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യുവാണ്, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനായി കുറെ റിസ്ക് കാര്യങ്ങളുണ്ട്, കുറച്ച് അപകട സാധ്യതകളുണ്ട്. അപ്പം അത് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ അതിനൊരു നിയമമുണ്ട്, ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഏത് എക്സസൈസ് ചെയ്താലും. സോ അതിന്റെ ഇൻസ്ട്രക്ടറായി ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് നെറ്റിലൊക്കെ നോക്കി എങ്ങനെ സേഫായിട്ട് നമുക്ക് ഓടാൻ പറ്റും, നടക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് ഈ കാർബോഹൈഡ്രേറ്റ് മൊത്തം ഫാറ്റായി മാറുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ വണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കണമെങ്കിൽ എല്ലാവരും ബട്ടർ കഴിക്കാതിരിക്കും, ബീഫ് കഴിക്കാതിരിക്കും, എണ്ണ പലഹാരം കഴിക്കാതിരിക്കും, ബേക്കറി പലഹാരങ്ങൾ കഴിക്കാതിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതിന് പകരം ഇടയ്ക്ക് ഉഴുന്നപ്പടയോ ഒരു പരിപ്പോടെയോ ഒരു നെയ് റോസ്റ്റോ ഒരു മസാല ദോശ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ രീതിയാണ്. എപ്പോഴും നമ്മൾ വീട്ടിലെ ഭക്ഷണം കഴിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്ക് വെളിയിൽ പലഹാരമൊക്കെ ആവാം, അതിനൊരു തെറ്റുമില്ല. പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ചോറ് കളവാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും കണക്കുന്ന ഒരു 1/2 കലം ചോറാണ്. ശരിയല്ലേ? ആദ്യം നമ്മൾ പ്ലേറ്റ് ചോറെടുക്കും, പിന്നെ അത് നിറച്ചെടുക്കും, പിന്നെ കറി തീർക്കാൻ ചോറെടുക്കും, പിന്നെ ചോറ് തീർക്കാൻ കറി എടുക്കും. ഇങ്ങനെ ഒരു 1/2 കലം ചോറ് നമ്മുടെ ഉള്ളിൽ പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇത് നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? നമ്മൾ നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ്, ഗ്രാൻഡ് മദേഴ്സിനെയൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. അവർ അതിൻ്റെയൊക്കെ പണിയെടുത്ത് വരുമ്പോൾ ഒരു കത്രയ്ക്ക് വിശപ്പുമാണ്. ഇടയ്ക്ക് അവർക്ക് കഴിക്കാത്ത ആളിനായിരിക്കും അവർക്ക് ചോറ് കഴിക്കും. പക്ഷെ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ചോറ് കഴിച്ചാലും നമുക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ ജോലി ചെയ്യണമെങ്കിൽ 1/2 കലം ചോറ് വേണം എന്നുള്ളൊരു തോന്നൽ. പിന്നെ വേറൊരു തമാശ കൂടി ഇതിലൂടെ പറയാം. നമ്മൾ പറയും ഓം ശാന്തി ഓശാന നികുതി പറയുന്നതാണ്, നീ ഉള്ള ചിപ്സും ഇപ്പൊക്കെ കഴിച്ച് നീ എങ്ങനെയാണ് നിന്റെ ശരീരം നന്നാണ്, നീ കഞ്ഞിയും പയറും കുടിച്ചാലല്ലേ ശരീരം നന്നാവും. അത് തെറ്റാണ് കേട്ടോ. ഈ കഞ്ഞിയും പയറുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ നാട്ടു ഭക്ഷണമാണെന്ന് പറയും, പ്രിസർവേറ്റീവ് ആണെന്ന് പറയും. പക്ഷെ അതിനകത്ത് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. എത്ര കൂടുതൽ ചോറോ കഞ്ഞിയോ ചപ്പാത്തിയോ ഉപ്മാവോ ഓട്സോ ഈ പറഞ്ഞ രാഗിയോ ഇങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് ഐറ്റംസ് നമ്മൾ കുറയ്ക്കുക ചെയ്യേണ്ടി. കറികൾ കൂടുതൽ കഴിക്കുക.
ഇപ്പൊ സാമ്പാർ കൂടുതലെടുക്കുക, തൈര് കൂടുതലെടുക്കുക, കുറച്ച് കാച്ചിമോര് കൂടുതലെടുക്കുക, അതുപോലെ തോരൻ കേട്ടോ. തോരൻ വെച്ചിട്ട് മെഴുക്കുവരട്ടിയുടെ രൂപത്തിനായാലും കുഴപ്പമില്ല, തോരനൊക്കെ വെച്ച് കൂടുതൽ കഴിക്കണം. മനസ്സിലായല്ലോ. പിന്നെ ഞാൻ അനിമൽ മീറ്റും ഈ കടലാഹാരത്തിനെ പറ്റി പറഞ്ഞത് ഈ രണ്ടില് കൊളസ്ട്രോൾ മാത്രമല്ല കൂടുതൽ, യൂറിക് ആസിഡ് കൂടുതലുണ്ട്. ഇപ്പൊ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പുതിയ സംഭവം അല്ലേ. പണ്ട് വൈദ്യുതിക്കാർക്ക് ESR ഇസ്നോഫീലിയയുടെ പുറകിലായിരുന്നു അവരുടെ ഓട്ടം. ഞാൻ 2005 ആദ്യം ഇവിടെ വൈദ്യുതിരെ വന്നപ്പോൾ സാറേ എനിക്ക് ESR ഉണ്ട്, ഇസ്നോഫീലിയ ഉണ്ട്. പിന്നെ പതുക്കെ ഒരു 5 വർഷത്തിലൂടെ എല്ലാവരും കൊളസ്ട്രോളിനെ പിടിക്കാൻ തുടങ്ങി, കൊളസ്ട്രോളും ഷുഗറിനെ പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാവരുടെയും പിടുത്തം ESR ഒക്കെ എല്ലാവരും മാറുന്നു. ഇപ്പൊ എല്ലാവരുടെയും പിടുത്തം യൂറിക് ആസിഡാണ് കേട്ടോ. അപ്പൊ യൂറിക് ആസിഡിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആക്ച്വലി യൂറിക് ആസിഡ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ അധികം ബ്രേക്ക് ഡൗൺ ആയിട്ട് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് യൂറിക് ആസിഡ് കൂടുന്നത്. യൂറിക് ആസിഡ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രോട്ടീൻ മെൽറ്റ് ആവുന്നുണ്ട്, ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ യൂറിക് കാശ്മീരിലും ഹിമാലയൻ ബെൽറ്റിലും ആ ഒരു ബെൽറ്റിലൊക്കെ ഗോയിറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ അയോഡിൻ ഡെഫിഷ്യൻസി കാരണം ഇങ്ങനെ മത്തങ്ങ പോലെ ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ വീർത്ത് വരും. അങ്ങനെയുള്ള ഗോയിറ്ററിന് മാത്രമേ ഉള്ളൂ നമ്മൾ വഴുതനങ്ങയും കാബേജും ഒഴിവാക്കാൻ പറയുന്നത്. അല്ലാതെ ഹൈപ്പോതൈറോയിഡിസം ഒത്തിരി പോകണം. ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിത രീതി ഇതൊക്കെ ഉള്ള കാരണമായി തൈറോയിഡിനെ പോകുന്നത്. പിന്നെ തൈറോയിഡിനെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് തുടങ്ങും, പിന്നെ TSH ഒക്കെ നോർമൽ ആകുമ്പോൾ മരുന്ന് നൈസായിട്ട് അത് നിർത്തും. അത് തെറ്റാണ് കേട്ടോ. അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം തലത്തിൽ തൈറോയിഡ് നിർത്തും. തൈറോയിഡ് നമ്മുടെ എല്ലാ ഓർഗൻ സിസ്റ്റംസിനും വേണം. നമ്മുടെ പ്രഗ്നന്റ് ആകാനും, നമ്മുടെ ഫെർട്ടിലിറ്റിക്ക്, നമ്മുടെ കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ, ബുദ്ധി വളർച്ച, നമ്മുടെ ഏകാഗ്രത, മനസ്സാന്നിധ്യം, ഇതെല്ലാത്തിനും തൈറോയിഡ് അത്യാവശ്യമാണ് വേണം. സോ തൈറോയിഡ് അങ്ങനെ കൺട്രോൾ. വെള്ളം കൂടുതൽ കുടിക്കുക, വെള്ളം തന്നെ കൂടുതൽ കുടിക്കണമെന്നില്ല. നമുക്ക് ജ്യൂസിന്റെ രീതിയിലാകാം, ജ്യൂസായിട്ട് കുടിക്കാം, കാപ്പിയായിട്ട് കുടിക്കാം, ചായയായിട്ട് കുടിക്കാം, പാലായിട്ട് കുടിക്കാം, ജീരകവെള്ളമായിട്ട് കുടിക്കാം. ഏത് രീതിയിലായാലും നമ്മുടെ വെള്ളത്തിന്റെ ചൂടൊക്കെയാണ് നമ്മൾ വെള്ളത്തിന്റെ അമൗണ്ട് ഇച്ചിരി കൂടുതൽ കുടിക്കുക. പിന്നെ ചില ഗുളികൾ അധികം കഴിക്കുമ്പോൾ നമുക്ക് മസിലിൽ കുറച്ച് പിടുത്തം ഉണ്ടാകും. ഗുളികൾ കൂടുതൽ കഴിക്കുമ്പോൾ, എസ്പെഷ്യലി ശ്വാസം മുട്ടലിന്റെ ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടാകാം, ചില പ്രഷറിന്റെ ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടാകാം കേട്ടോ. അങ്ങനെ ചില ഗുളികൾ കഴിക്കുമ്പോൾ മസിൽ തരാൻ ഉണ്ടാകും.